ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഇന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ 7th സ്റ്റാൻഡേർഡിലെ റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിലിലെ കുറേ മെത്തേഡുകളെ കുറിച്ച്, പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന കുറേ മെത്തേഡുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ലെയറിംഗ് എന്നുള്ള മെത്തേഡ്, ഗ്രാഫ്റ്റിംഗ് എന്നുള്ള മെത്തേഡ്, ബഡ്ഡിംഗ് എന്നുള്ള മെത്തേഡ്. ഈ 3 മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. എല്ലാവർക്കും ഈ 3 മെത്തേഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീട്ടിലും ചെയ്തു നോക്കാവുന്നതാണ്. ഈ ലെയറിങ്ങും ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ നമുക്ക് വീട്ടിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സ്കൂൾ തുറന്നു വരുമ്പോൾ അതിൽ പുതിയ ചെടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 3 മെത്തേഡ് നമ്മൾ പഠിച്ചതിൻ്റെ ബേസിലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. അതായത് പേജ് നമ്പർ 12 ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ധാന്യം, അത് 2 വെറൈറ്റി ക്രോപ്പ്, 2 തരത്തിലുള്ള, 2 വെറൈറ്റികളുള്ള, 2 പ്രത്യേകതകളുള്ള 2 വെറൈറ്റി ക്രോപ്സിന്റെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പ്രത്യേകതകൾ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. വെറൈറ്റി 1, വെറൈറ്റി 2. അപ്പോൾ വെറൈറ്റി 1 പറഞ്ഞിരിക്കുന്നത് ലോങ് ലൈഫ് സ്പാൻ. ലോങ് ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ അതിന് കുറേ കാലം ജീവിത കാലയളവുണ്ട്. ജീവിത ദൈർഘ്യം എന്ന് പറയുന്നത് കുറേ നാളുണ്ട്. എന്നാൽ വെറൈറ്റി 2 എന്താണ്? ഷോർട്ട് ലൈഫ് സ്പാൻ, വളരെ കുറച്ച് കാലയളവേ ഉള്ളൂ, ജീവിത കാലയളവേ ഉള്ളൂ. വെറൈറ്റി 1 ലോ ഈൽഡാണ്, വളരെ കുറഞ്ഞ വിളവ് മാത്രമേ ലഭിക്കുകയുള്ളൂ. വെറൈറ്റി 2 ഹൈ ഈൽഡാണ്, കൂടുതൽ വിളവ് ലഭിക്കുന്നുണ്ട്. വെറൈറ്റി 1 ആക്റ്റീവ് ഗ്രോത്ത് ഇൻ അവർ സോയിൽ, നമ്മുടെ സോയില് നന്നായി വളരുന്നതാണ്, വേരൊക്കെ അടിയിലേക്ക് പോയി നന്നായി വളരുന്നതാണ് വെറൈറ്റി 1 എന്ന് പറയുന്നത്. വെറൈറ്റി 2 എന്ന് പറയുന്നത് എന്താണ്? പുവർ ഗ്രോത്ത് ഇൻ അവർ സോയിൽ, നമ്മുടെ സോയിൽ അത്രയ്ക്ക് അധികം അങ്ങോട്ട് ആക്റ്റീവായിട്ട് വളരില്ല. വെറൈറ്റി 1 അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൈ റെസിസ്റ്റൻസ് ടു ഡിസീസ്, അതായത് അസുഖങ്ങളോട് നല്ലോണം പ്രതിരോധ ശേഷി കൂടുതലുള്ള ഒരു ക്രോപ്പാണ് വെറൈറ്റി 1. പെട്ടെന്നൊന്നും അസുഖം ബാധിക്കില്ല. എന്നാൽ വെറൈറ്റി 2 ലോ റെസിസ്റ്റൻസ് ടു ഡിസീസ്, അതായത് പ്രതിരോധ ശേഷി കുറവാണ്. പിന്നെ വെറൈറ്റി 1 ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നീഡ്സ് ലെസ് നർച്ചറിങ്, അതായത് പരിചരണം കുറച്ച് മാത്രം മതി. എന്നാൽ വെറൈറ്റി 2 കൂടുതൽ പരിചരണം വേണം. അങ്ങനെ 2 വെറൈറ്റി ക്രോപ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അതുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എക്സാമിന് വരാറുള്ളതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, അതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് what are the methods that can be adopted to produce good saplings with the qualities of both the varieties, അതായത് 2 ധാന്യങ്ങളുടെയും 2 വെറൈറ്റി ധാന്യങ്ങളുടെയും പ്രത്യേകതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ വെറൈറ്റി ഉണ്ടാക്കാനായിട്ട്, പുതിയൊരു തൈകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ മെത്തേഡുകൾ ഉപയോഗിക്കും? നമ്മൾ 3 മെത്തേഡുകൾ പഠിച്ചു. അതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും ഈ വെറൈറ്റിയിൽ നമുക്ക് ഉപയോഗിക്കാം. ലെയറിംഗ് എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കാം, ഗ്രാഫ്റ്റിംഗ് എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കാം, ബഡ്ഡിംഗ് എന്നുള്ള മെത്തേഡും ഉപയോഗിക്കാം. അപ്പൊ ഈ 3 മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട്, ഈ 3 രീതികൾ ഉപയോഗിച്ചിട്ടും പതിവെക്കൽ, മുകളമൊട്ടിക്കൽ, കൊമ്പൊട്ടിക്കൽ, ഈ 3 രീതികൾ ഉപയോഗിച്ചും നമുക്ക് പുതിയൊരു തൈകൾ അതൊന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതാണ് അതിലെ ആദ്യത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ഗ്രാഫ്റ്റിങ്ങിലും ബഡ്ഡിങ്ങിലും നമ്മൾ സ്റ്റോക്കും സയണും സെലക്ട് ചെയ്യും, സ്റ്റോക്കിനും സയണിനും നമ്മൾ തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which variety can be selected as stock and which one as cyan. ഇതിൽ ഏതാണ് നമ്മൾ സ്റ്റോക്ക് ആയിട്ട് സെലക്ട് ചെയ്യുക, ഏതാണ് സൈൻ ആയിട്ട് സെലക്ട് ചെയ്യുക? സ്റ്റോക്കും സൈനും സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് പ്രത്യേകതകൾ ഉണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഏതായിരിക്കും സ്റ്റോക്ക് ആയിട്ട് സെലക്ട് ചെയ്യുക, ഏതായിരിക്കും സൈൻ ആയിട്ട് സെലക്ട്, നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ വെറൈറ്റി 1 എന്ന് പറയുന്നത് സ്റ്റോക്ക് ആയിട്ടും വെറൈറ്റി 2 എന്ന് പറയുന്നത് സൈൻ ആയിട്ടാണ് സെലക്ട് ചെയ്യുക. ആദ്യത്തെ വെറൈറ്റി 1 എന്ന് പറയുന്നത് വിത്ത് ഇനം 1 എന്ന് പറയുന്നത് സ്റ്റോക്ക് ആയിട്ടും വിത്ത് ഇനം 2 എന്ന് പറയുന്നത് സൈൻ ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. എന്താ കാരണം വെച്ചാൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? വേരോട് കൂടിയിട്ടുള്ളതായിരിക്കണം, റൂട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കണം സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സോയിലിൽ നന്നായി വളരുന്ന വെറൈറ്റിയിൽ മാത്രമേ നമുക്ക് എന്തായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റോക്ക് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ആക്റ്റീവ് ഗ്രോത്ത് ഇൻ അവർ സോയിൽ, നമ്മുടെ സോയിൽ നന്നായി വളരുന്നതാണ് വെറൈറ്റി 1. അപ്പോൾ വെറൈറ്റി 1 സ്റ്റോക്ക് ആയിട്ടും വെറൈറ്റി 2 എന്തായിട്ടാണ് സെലക്ട് ചെയ്യുക? സൈൻ ആയിട്ടും സെലക്ട് ചെയ്യും. ഇനി അതിലെ മൂന്നാമത്തെ ചോദ്യം, what would be the qualities of plants formed by combining the 2 varieties? ഈ 2 വെറൈറ്റിയും കൂടി നമ്മൾ ലെയറിങ്ങിലൂടെയോ ബഡ്ഡിങ്ങിലൂടെയോ ഗ്രാഫ്റ്റിങ്ങിലൂടെയോ നമ്മൾ യോജിപ്പിച്ച് പുതിയൊരു വെറൈറ്റി, പുതിയൊരു ചെടി നമ്മൾ ഉണ്ടാക്കി. ആ
ചെടിക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിരിക്കും, എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും? രണ്ടിന്റെയും ക്വാളിറ്റീസ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പുതിയതായിട്ട് ഉണ്ടാവുന്നത്. അതായത് ലോങ് ലൈഫ് സ്പാനും ആയിരിക്കില്ല, അതായത് കൂടുതൽ ജീവിത കാലയളവ് ഉണ്ടാവില്ല, എന്നാൽ കുറവല്ല. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു ജീവിത കാലയളവായിരിക്കും പുതിയതായിട്ട് ഉണ്ടാകുന്ന ചെടികൾക്ക് ഉണ്ടാവുക. അതേപോലെ ലോ ഈൽഡും അല്ല ഹൈ ഈൽഡും അല്ല, ഒരു മീഡിയം. ഇത് രണ്ടിന്റെയും മിഡിലായിട്ട് വരുന്ന തരം ക്വാളിറ്റീസ് ആയിരിക്കും പുതിയതായിട്ടുണ്ടാകുന്ന സാപ്ലിങ്സിന്, പുതിയതായിട്ടുണ്ടാകുന്ന തൈകൾക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പൊ പറഞ്ഞത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ലെയറിംഗ് എന്നുള്ള മെത്തേഡ് പറഞ്ഞു, ബഡിങ് എന്നുള്ള മെത്തേഡ് പറഞ്ഞു, ഗ്രാഫ്റ്റിംഗ് എന്നുള്ള മെത്തേഡ് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കുക. അപ്പോൾ രണ്ട് ചെടികൾ തമ്മിൽ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന പുതിയൊരു ചെടിക്ക് രണ്ടിന്റെയും മിക്സഡ് ക്വാളിറ്റീസ്, രണ്ടിന്റെയും ഇടകലർന്ന ഒരു സ്വഭാവമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പൊ ഈ ലെയറിങ്ങും ബഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ പണ്ട് കാലത്തെ ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ടെക്നോളജിയൊക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്ത് ഒരുപാട് റിസർച്ചുകളും ഗവേഷണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചു നാൾ മുമ്പ് വരെ ഒരു പുതിയൊരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തിരുന്നു. ആ മെത്തേഡുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, രണ്ട് വെറൈറ്റി, രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള, രണ്ട് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള രണ്ട് പ്ലാന്റ്സുകൾ തമ്മിൽ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ ആ പുതിയതായിട്ട് ഉണ്ടാവുന്നതിന് പുതിയൊരു സ്വഭാവമായിരിക്കും, അല്ലെങ്കിൽ പുതിയൊരു വെറൈറ്റി ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടാവണേനെ നമ്മളൊരു പേര് പറയും. അതാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 13 ഒരു എക്സാമ്പിൾ ഉണ്ട്. അതായത് രണ്ട് തരം കോക്കനട്ട് ട്രീസ്, രണ്ട് തെങ്ങുകൾ. അപ്പൊ നമ്മുടെ അവിടെയൊക്കെ ഒരുവിധം അത്യാവശ്യം ഹൈറ്റ് ഉള്ള തെങ്ങുകളാണ് കാണുക അല്ലെ? തൃശ്ശൂരൊക്കെ അത്യാവശ്യം ഹൈറ്റ് ഉള്ള ചെറിയ തെങ്ങുകളും ഉണ്ട്. എന്നാൽ പലതരം, നമുക്ക് അറിയില്ല, നമുക്ക് കാണുമ്പോൾ എല്ലാ തെങ്ങും ഒരേപോലെ തോന്നും. പലതരം തെങ്ങുകളുണ്ട്. അതും ഉണ്ടാകുന്ന കോക്കനട്ടിന്റെ കളറ്, അങ്ങനെ അതും ഉണ്ടാകും. അതിന്റെ ഹൈറ്റ്, അതിന്റെ ജീവിത കാലയളവ്, അതിന്റെ ലൈഫ് സ്പാൻ, അതേപോലെ അതിന്റെ ഈൽഡിങ്, അതിന് ലഭിക്കുന്ന വിളവ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് പലതരം തെങ്ങുകളുണ്ട്. ഇപ്പൊ പുതിയൊരു വെറൈറ്റി ഇറങ്ങിയിരിക്കുന്ന ഹൈറ്റ് കുറവുള്ള, നമുക്ക് കൈ കൊണ്ട് തേങ്ങ പൊട്ടിക്കാൻ പറ്റും, അത്രയും ഹൈറ്റ് കുറവുള്ള തേങ്ങകൾ പൊട്ടിക്കാവുന്ന വിധത്തിലുള്ള കോക്കനട്ട് ട്രീസ് വരെ നമ്മൾ പുതിയതായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ്. അപ്പൊ അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക, എന്ത് മെത്തേഡിലൂടെ ആയിരിക്കും അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക, അതുമായി ബന്ധപ്പെട്ട ഒരു കുറച്ച് ഭാഗമാണ് നമ്മൾ ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ രണ്ട് വെറൈറ്റി കോക്കനട്ട് ട്രീസ് നമ്മൾ ഇവിടെ എടുത്തു. അതാണ് ടോൾ വെറൈറ്റി ആൻഡ് ഡ്വാർഫ് വെറൈറ്റി. ടോൾ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഉയരം കൂടുതലുള്ള ഒരു കോക്കനട്ട് ട്രീ, ഒരു തെങ്ങും. ഡ്വാർഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഉയരം കുറവുള്ള ഒരു തെങ്ങും. അതിന്റെ കുറച്ച് പ്രത്യേകതകളാണ് ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ടോൾ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഉയരം കൂടുതലുള്ളതിന്റെ ഹൈറ്റ്, ഉയരം എന്ന് പറയുന്നത് 20 to 30 മീറ്റർ ഹൈറ്റ്, അതായത് 20 തൊട്ട് 30 മീറ്റർ വരെ അതിന് ഉയരമുണ്ട്. എന്നാൽ ഡ്വാർഫ് വെറൈറ്റിയുടെ ഹൈറ്റ് നോക്കൂ, 8 to 10 മീറ്റർ, 8 തൊട്ട് 10 മീറ്റർ വരെ അതിന്റെ ഹൈറ്റ് ഉള്ളൂ. അപ്പൊ ഇതിന് രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടായിരിക്കും, അതിൻ്റെതായ ദോഷങ്ങളും ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇനി അടുത്ത ടോൾ വെറൈറ്റിയുടെ പ്രത്യേകത നോക്കൂ, ഈൽഡ്സ് ഇൻ 6 to 10 years. 6 വർഷം തൊട്ട് 10 വർഷം വെച്ച് കഴിഞ്ഞ്, നമ്മൾ കോക്കനട്ട് ട്രീ വെച്ച് കഴിഞ്ഞ് ഒരു 6 കൊല്ലം ആകുമ്പോഴേക്കും അതിന്ന് നമുക്ക് തേങ്ങ കിട്ടി തുടങ്ങും. അതാണ് അതിന്റെ വിളവ് എന്ന് പറയുന്നത്. 6 തൊട്ട് 10 years വരെ, 10 വർഷം വരെ. എന്നാൽ ഡ്വാർഫ് വെറൈറ്റിയുടെ നോക്കൂ, 4 കൊല്ലം തൊട്ട് തന്നെ അതിന്ന് നമുക്ക് കോക്കനട്ട് ഉണ്ടായി തുടങ്ങും. അപ്പൊ പെട്ടെന്ന് ഈൽഡിങ് ലഭിക്കുന്നതാണ് ഡ്വാർഫ് വെറൈറ്റി എന്ന് പറയുന്നത്. ഇനി ടോൾ വെറൈറ്റിയുടെ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ലൈഫ് സ്പാൻ ഓഫ് 8 to 100 years. 80 വർഷം തൊട്ട് 100 വർഷം വരെ ഈ ടോൾ വെറൈറ്റി നിലനിൽക്കും. എന്നാൽ ഡ്വാർഫ് വെറൈറ്റി നോക്കൂ, ലൈഫ് സ്പാൻ ഓഫ് 30 to 45 years. 30 കൊല്ലം തൊട്ട് 45 കൊല്ലം ആകുമ്പോഴേക്കും ഡ്വാർഫ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ തെങ്ങിന്റെ ഏകദേശം എല്ലാ ലൈഫ് സ്പാൻ എല്ലാം കഴിയും. പിന്നെ ഈ ടോൾ വെറൈറ്റിയിൽ ഉണ്ടാകുന്ന കോക്കനട്ട് എന്ന് പറയുന്നത് എന്താണ്, ഗ്രീൻ കളേർഡ് കോക്കനട്ട് ആണ്, അതായത് പച്ച നിറത്തിലുള്ള കോക്കനട്ട് ആണ് ഉണ്ടാവുക. എന്നാൽ ഡ്വാർഫ് വെറൈറ്റി ഉയരം കുറഞ്ഞിട്ടുള്ള യെല്ലോ, ഓറഞ്ച്, ബ്രൗൺ, യെല്ലോ കളറിൽ ഉണ്ടാവാം, ഓറഞ്ച് കളറിൽ ഉണ്ടാവാം, ബ്രൗൺ കളറിൽ ഉണ്ടാവും. ചെന്തെങ്ങ് എന്നൊക്കെ പറയും. അതാണ് ഡ്വാർഫ് വെറൈറ്റി. അധികവും തീരപ്രദേശങ്ങളിൽ, കടൽ തീരത്തിന്റെ പ്രദേശങ്ങളിലാണ് ഈ ഡ്വാർഫ് വെറൈറ്റി അധികം ഉണ്ടാവുക.
നമ്മുടെ അവിടെയൊക്കെ ഉണ്ടാവുന്നതാണ് ടോൾ വെറൈറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ എക്സാമ്പിളാണ് വെസ്റ്റ്, ഓരോന്നിനും പുതിയതായിട്ട് ഉണ്ടാവുന്നതിന് ഓരോന്നിനും നമ്മൾ ഓരോ പേരുകൾ കൊടുക്കും. വെസ്റ്റ് കോസ്റ്റ് ടോൾ, ഈസ്റ്റ് കോസ്റ്റ് ടോൾ, ലക്ഷദ്വീപ് ഓർഡിനറി, ലക്ഷദ്വീപ് ഭാഗത്തൊക്കെ ഉണ്ടാവുന്ന കാരണമാണ് ഇതിന് ടോൾ വെറൈറ്റിക്ക് ലക്ഷദ്വീപ് ഓർഡിനറി എന്നൊക്കെ പേര് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡ്വാർഫ് വെറൈറ്റിക്ക് ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീൻ, ഗംഗംബോധം ഇങ്ങനെയൊന്നും എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നു. ഇത് രണ്ടിനും അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇതിന് ടോൾ വെറൈറ്റിക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. ഡ്വാർഫ് വെറൈറ്റിക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പൊ ടോൾ വെറൈറ്റിയുടെ ഗുണം എന്ന് പറയുന്നത് എന്താണ്? കുറേ നാള് അതിന്റെ ലൈഫ് സ്പാൻ കുറേ ഉള്ള കാരണം അത്രയും കാലം നമുക്ക് അതിന് എന്ത് കിട്ടിക്കൊണ്ടിരിക്കും? കോക്കനട്ട് കിട്ടിക്കൊണ്ടിരിക്കും, തേങ്ങ കിട്ടിക്കൊണ്ടിരിക്കും, നാളികേരം കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് കുറേ നാള് നിൽക്കണ കാരണം അതിന്റെ ലൈഫ് സ്പാൻ കുറേ വർഷമുള്ളത് കാരണം അതിന്റെ വുഡ്, അതിന്റെ തടി എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡായിരിക്കും. അപ്പൊ നമുക്ക് അത് എന്തിനെങ്കിലും പർപ്പസിന്, ഫർണിച്ചർ ഉണ്ടാക്കാനോ അങ്ങനെ എന്തിനെങ്കിലും പർപ്പസിനായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ അതിന്റെ ഡിസഡ്വാൻറ്റേജും ഉണ്ട്, അതിന്റെ ദോഷമുണ്ട്. ഈ ടോൾ വെറൈറ്റിയുടെ ദോഷം എന്താണെന്ന് വെച്ചാൽ ഹൈറ്റ് കൂടുതലായ കാരണം നമുക്ക് അതിന്ന് കോക്കനട്ട് കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലെ? ഹൈറ്റ് കൂടുതലായ കാരണം അതിന്ന് കോക്കനട്ട് കളക്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ വേറെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടാണ് അതിന് നാളികേരമൊക്കെ നമ്മൾ ഇടാറ്, തേങ്ങ നാളികേരമൊക്കെ ഇടാറ്. അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. എന്നാൽ ഡ്വാർഫ് വെറൈറ്റിക്കും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇതിന്റെ ഹൈറ്റ് കുറവായ കാരണം നമുക്ക് അതിന്ന് കോക്കനട്ട് എടുക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇതിന്റെ ഈൽഡിങ്, ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് കുറവായ കാരണം അതിന്ന് കിട്ടുന്ന ഈൽഡിങ് എന്ന് പറയുന്നതും അത്രയും കുറവായിരിക്കും, അല്ലെ? പെട്ടെന്ന് നശിച്ചു പെട്ടെന്ന് അത് ലൈഫ് സ്പാൻ പെട്ടെന്ന് അത് നശിച്ചു പോകുന്നതായ കാരണം അതിന്ന് കിട്ടുന്ന കോക്കനട്ട് എന്ന് പറയുന്നത് കുറവായിരിക്കും. എന്നാൽ ഇവിടെ ലൈഫ് സ്പാൻ കൂടുതലായ കാരണം അത്രയും കാലം നമുക്ക് അതിന്ന് കോക്കനട്ട് കിട്ടും. ഇപ്പൊ ടോൾ വെറൈറ്റിന്ന് പെട്ടെന്ന് കോക്കനട്ടുകൾ കുറെ കിട്ടും. എന്നാൽ ഡ്വാർഫ് വെറൈറ്റിന്ന് കോക്കനട്ടുകളിലെ കിട്ടല് ലൈഫ് സ്പാൻ കുറവായ കാരണം കുറവാണ്. ഇനി ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്, ഡ്വാർഫ് വെറൈറ്റിയുടെ ഒരു ദോഷം എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് നശിച്ചു പോണാണ്. ഇതിന്റെ ലൈഫ് സ്പാൻ, ജീവിത കാലയളവ് കുറവായ കാരണം ഇതിന്റെ വുഡ്, തടി എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിരിക്കും. സോഫ്റ്റ് ആയിട്ടുള്ള വുഡ് എന്ന് പറയുന്നത് നമുക്ക് ഫർണിച്ചറോ എന്തെങ്കിലും പർപ്പസിന് എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്, ഇതിനും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി നമ്മൾ കമ്പൈൻ ചെയ്യണം. ഇത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് ചേർത്ത് ഒരു പുതിയൊരു മെത്തേഡിലൂടെ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് നമ്മളൊരു പുതിയൊരു വെറൈറ്റി കോക്കനട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ എങ്ങനെയായിരിക്കും ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പുതിയതായിട്ട് ഉണ്ടാവുന്ന കോക്കനട്ടിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? അപ്പൊ ഇതിന് ഹൈറ്റ് കൂടുതലാണ്, ഇതിന് ഹൈറ്റ് കുറവാണ്. അപ്പൊ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോക്കനട്ട് ട്രീയുടെ ഹൈറ്റ് എന്തായിരിക്കും? വളരെ ടോളോ ആയിരിക്കില്ല, തീരെ ഡ്വാർഫോ ആയിരിക്കില്ല, ഇത് രണ്ടിന്റെയും മീഡിയം ആയിരിക്കും. പിന്നെ ഇതിന്റെ ഈൽഡിംഗ് എന്ന് പറയുന്നത് 6 to 10 years ആണ്, ഇതിന് 4 to 5 years ആണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ കൂടുതലോ ഈൽഡിംഗ് 6 വർഷം തൊട്ട് 10 വർഷം, ഇതിലായി 4 വർഷം ആകുമ്പോഴേക്കും ഒന്ന് കോക്കനട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും നടുക്കായിട്ടുള്ള ഒരു സമയത്തായിരിക്കും ഇതിന് നമുക്ക് എന്ത് കിട്ടുക? നാളികേരം കിട്ടി തുടങ്ങാം, ഈൽഡിംഗ് കിട്ടി തുടങ്ങും, വിളവ് ലഭിച്ചു തുടങ്ങും. പിന്നെ ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 80 വർഷം, ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 30 years. അപ്പൊ ഇത് രണ്ടിന്റെയും ഇടയിലായിരിക്കും. അപ്പൊ ഈ രണ്ട് ഇതിന്റെയും ഇടയിലുള്ള ഒരു ക്വാളിറ്റീസ് ഉള്ള ഒരു പുതിയൊരു വെറൈറ്റി കോക്കനട്ട് ട്രീ ആയിരിക്കും നമുക്ക് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ കിട്ടുക. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പൊ ലെയറിങ്ങിലൂടെയോ ബഡിങ്ങിലൂടെയോ ഗ്രാഫ്റ്റിങ്ങിലൂടെയോ ചെയ്താൽ ചിലപ്പോൾ സക്സസ് ആവണമെന്നില്ല. അപ്പോൾ സയന്റിസ്റ്റ് കണ്ടുപിടിച്ചത്, പുതിയൊരു റിസർച്ച് ഒക്കെ ചെയ്ത് കണ്ടുപിടിച്ച പുതിയൊരു മെത്തേഡാണ്. ആ മെത്തേഡിന്റെ പേരാണ് ഹൈബ്രിഡൈസേഷൻ, വർഗസങ്കരണം. മലയാളത്തിൽ അതിന് വർഗസങ്കരണം എന്നാണ് പറയുന്നത്. ഹൈബ്രിഡൈസേഷൻ എന്നുള്ള മെത്തേഡിലൂടെയാണ് ഈ രണ്ട് വ്യത്യസ്ത സ്വഭാവമാണ് ഈ ടോൾ വെറൈറ്റിക്കും ഡ്വാർഫ് വെറൈറ്റിക്കും ഉള്ളത്. രണ്ട് വ്യത്യസ്ത സ്വഭാവമാണ്, എന്നാൽ രണ്ടും കോക്കനട്ട് ട്രീസ് തന്നെയാണ്, വേറെ വേറെ പ്ലാന്റ്സ് ഒന്നല്ല, രണ്ടും കോക്കനട്ട് ട്രീസ് തന്നെയാണ്. എന്നാൽ രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള, ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള, എന്നാൽ സെയിം സ്പീഷീസിലുള്ള രണ്ട് പ്ലാന്റ്സുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്ന പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡിന്റെ പേരാണ് ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗസങ്കരണം. ഇനി ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ പ്ലാന്റ്സ്. പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അവരത് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത് ത്രൂ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, കൃത്രിമ പരാഗണം.
അതായത് നമ്മൾ വാനിലയിൽ കൃത്രിമ പരാഗണമാണ് നടക്കുക. സ്റ്റിഗ്മ എന്നുള്ളത് അവിടെ പോളൻ ഗ്രെയിൻസ് എത്തിക്കണ നമ്മൾ മനുഷ്യർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. അല്ലെങ്കിൽ നമ്മുടെ പോളിനേറ്റിംഗ് ഏജൻസ് ഉണ്ട് നമ്മുടെ നേച്ചറിൽ, ഹണി ബീസ്, ബട്ടർഫ്ലൈസ്, അങ്ങനെ പോളിനേറ്റിംഗ് ഏജൻസ് ആണ് പോളിനേഷൻ നടക്കുക. അതിനെയാണ് നാച്ചുറൽ പോളിനേഷൻ നടക്കുക. എന്നാൽ നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, കൃത്രിമ പരാഗണം, നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ ഒരു മെത്തേഡിലൂടെയാണ് ഇവിടെ പുതിയ ഹൈബ്രിഡ് വെറൈറ്റീസ്, വർഗസങ്കരണത്തിലൂടെ പുതിയ തരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ടാക്കുക. അപ്പോൾ ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ, വർഗസങ്കരണം. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ ഇസ് എ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ പ്ലാന്റ്സ് ത്രൂ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ between plants of same species but of different characteristics. 2 വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള പ്ലാന്റ്സുകൾ എന്നാൽ ഒരേ വർഗത്തിൽപ്പെട്ട പ്ലാന്റ്സുകൾ തമ്മിൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ വഴി, കൃത്രിമ പരാഗണം വഴി ഉണ്ടാക്കുന്ന പുതിയൊരു വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ, വർഗസങ്കരണം. അങ്ങനെ ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞ് കിട്ടുന്ന പുതിയ പ്ലാന്റ്സിന് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിരിക്കും? ഇതിന്റെ ഗുണം ഉണ്ടായിരിക്കും, ഇതിന്റെ ഗുണം ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഇതിന്റെ ദോഷങ്ങളായിരിക്കും. ഇതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവും, ഇതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് ആയിരിക്കും, ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് ആയിരിക്കും, അല്ലെങ്കിൽ മിക്സഡ് ക്വാളിറ്റീസ് ആയിരിക്കും. രണ്ടിനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള, കലർന്നിട്ടുള്ള പുതിയ തരം സ്വഭാവമായിരിക്കും പുതിയൊരു പ്ലാന്റിന് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പുതിയ പ്ലാന്റ്സ് ഉണ്ടാകാൻ ഉപയോഗിക്കുന്ന പുതിയ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൈബ്രിഡൈസേഷൻ. അങ്ങനെ നമ്മൾ ഈ കോക്കനട്ട് ട്രീസിൽ മാത്രമല്ല, നമുക്ക് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ ഹൈബ്രിഡ് വെറൈറ്റീസ്, ഹൈബ്രിഡൈസേഷൻ എന്നുള്ള മെത്തേഡ് വഴിയാണ് പുതിയ പ്ലാന്റ്സ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡ് വെറൈറ്റീസ്. അങ്ങനെ ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റിയുടെ എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മള് ജസ്റ്റ് എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു, വർഗസങ്കരണം എന്നാൽ പറഞ്ഞു. ഞാൻ ഒന്നും കൂടി പറയാം. പുതിയ പ്ലാന്റ്സ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ വഴി, കൃത്രിമ പരാഗണം വഴി പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കുമ്പോൾ ആ 2 പ്ലാന്റ്സ് ഉണ്ടാവുന്നത് എങ്ങനത്തെ ആയിരിക്കണം? ഒരേ വർഗത്തിൽപ്പെട്ട, ഒരേ സ്പീഷീസിൽ പെട്ടാൽ എന്നാൽ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള, ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള 2 പ്ലാന്റ്സുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗസങ്കരണം. അപ്പൊ ഇവിടെ കോക്കനട്ട് ട്രീയുടെ ഹൈബ്രിഡ് വെറൈറ്റീസ്, അതിന് നമ്മൾ ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞ് കിട്ടുന്ന പുതിയ വെറൈറ്റീനെ ഓരോ പുതിയ പേരുകളാണ് അവർ പറയാം. അത് പിന്നെ അതിലാണ് അറിയപ്പെടുക. ഇപ്പൊ ഇവിടെ കോക്കനട്ട് ട്രീയുടെ കുറെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ട്, പല തരത്തിലുള്ള കോക്കനട്ട് ട്രീയുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ 2 എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ചന്ദ്രലക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞു ടോൾ വെറൈറ്റി ആയിട്ടുള്ള ലക്ഷദ്വീപ് ഓർഡിനറി, ഡ്വാർഫ് വെറൈറ്റി ആയിട്ടുള്ള ചാവക്കാട് ഓറഞ്ചും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പുതിയ ഹൈബ്രിഡ് വെറൈറ്റീനെ വിളിക്കുന്ന പേരാണ് എന്ത്? ചന്ദ്രലക്ഷ. അതേപോലെ ചാവക്കാട് ഓറഞ്ച്, ഇവിടെയുള്ള ചാവക്കാട് ഓറഞ്ച് ഡ്വാർഫ് വെറൈറ്റിയും ഒരു വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്ന് പറഞ്ഞാൽ ടോൾ വെറൈറ്റിയും കൂടിയിട്ട് കമ്പൈൻ ചെയ്തുണ്ടാക്കുന്ന ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ചന്ദ്രശങ്കര. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. വെജിറ്റബിൾസിലുണ്ട്, പീലുണ്ട്, ചില്ലിയിലുണ്ട്, പാഡിയിലുണ്ട്, പയറിലുണ്ട്, മുളകിലുണ്ട്, അതേപോലെ വഴുതനങ്ങ, തക്കാളി, ഇതിലെല്ലാത്തിലും പുതിയ വെറൈറ്റി പ്ലാന്റ്സുകൾ ഉണ്ട്. നമ്മളിപ്പോൾ വിത്തുകളൊക്കെ വാങ്ങിക്കുമ്പോൾ ആ വിത്തിന്റെ പാക്കറ്റിന്റെ പുറമേ ഒരു ചെറിയ കടലാസിൽ ഇതിന്റെ പേര് എഴുതിണ്ടാവും. ആ പേരെന്ന് പറയുന്നത് എന്താണ്? ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിരിക്കും. അങ്ങനെയുള്ളതാണ് ഇവിടെ ഉപയോഗിക്കുക. അപ്പൊ ഈ ഹൈബ്രിഡ് വെറൈറ്റീസിനെ, അതായത് ഹൈബ്രിഡൈസേഷൻ, വർഗസങ്കരണം കഴിഞ്ഞ് കിട്ടുന്ന പുതിയ പ്ലാന്റ്സിനെ 2ന്റെയും ക്വാളിറ്റീസ് മിക്സ് ചെയ്തിട്ടുള്ള ക്വാളിറ്റീസ് ആയിരിക്കാം, ഒരെണ്ണത്തിന്റെ മാത്രമായിരിക്കാം, ഒരെണ്ണത്തിന്റെ ഗുണങ്ങളായിരിക്കാം, മറ്റേന്റെ ദോഷങ്ങളായിരിക്കാം. എന്ത് തന്നെ ആയാലും ഹൈബ്രിഡ് വെറൈറ്റീസ് കിട്ടുന്നത് ഗുഡ് ക്വാളിറ്റി സീഡ്സ് ആയിരിക്കും. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ വഴി പല സ്വഭാവങ്ങളുള്ള പ്ലാന്റ്സുകൾ തമ്മിൽ, എന്നാൽ ഒരേ സ്പീഷീസിൽ, ഒരേ വർഗത്തിൽപ്പെട്ട പല സ്വഭാവങ്ങളുള്ള പ്ലാന്റ്സുകൾ കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന പുതിയ പ്ലാന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗസങ്കരണം. അപ്പൊ എല്ലാവർക്കും ഹൈബ്രിഡൈസേഷൻ എന്നുള്ള മെത്തേഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിലെ നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റീസിന്റെ പുതിയ തരത്തിലുള്ള കുറെ എക്സാമ്പിൾസ് നമ്മൾ പറയും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.